പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയ ഒരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്പർ കൺവേർഷൻ എന്ന് പറയുന്ന ഒരു കാര്യമാണ്. നമ്പർ കൺവേർഷൻ. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ, നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ചാപ്റ്റർ ഡാറ്റ റെപ്രസെൻറ്റേഷൻ ആൻഡ് ബൂളിയൻ ഓൾജിബ്ര എന്നുള്ള ചാപ്റ്ററാണ്. അതിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഡിഫറൻറ്റ് നമ്പർ സിസ്റ്റം നമ്മൾ പറഞ്ഞു അല്ലേ. അതായത് ബൈനറി നമ്പർ സിസ്റ്റം ഉണ്ട്, നമ്മൾ സാധാരണഗതിയിൽ യൂസ് ചെയ്യുന്ന നമ്പർ സിസ്റ്റം ഡെസിമൽ നമ്പർ സിസ്റ്റമാണ് അല്ലേ. ഡെസിമൽ നമ്പർ സിസ്റ്റം ആകുമ്പോൾ 0 മുതൽ 9 വരെയുള്ള ഡിജിറ്റുകൾ യൂസ് ചെയ്യാം, 10 ഡിജിറ്റ് യൂസ് ചെയ്യാം 0 മുതൽ 9 വരെ. ബൈനറി നമ്പർ ആകുമ്പോൾ രണ്ട് നമ്പേഴ്സ് ഏതിലുണ്ടാവും, 0ഉം 1ഉം, അതുകൊണ്ടാണ് അതിനെ ബൈനറി എന്ന് വിളിച്ചത്. പിന്നെ ഒക്ടൽ നമ്പർ സിസ്റ്റം ഉണ്ട്, അതിൽ 0 മുതൽ 7 വരെയുള്ള 8 ഡിജിറ്റുകളാണ് നമ്മൾ യൂസ് ചെയ്യുക. പിന്നെ ഹെക്സാഡെസിമൽ നമ്പർ സിസ്റ്റം ഉണ്ട്, 0 മുതൽ 15 വരെയുള്ള 16 ഡിജിറ്റുകൾ യൂസ് ചെയ്യാം. അതിൽ 0 മുതൽ 9 വരെ അല്ലേ. പിന്നെ 10 മുതൽ 15 വരെയുള്ളത് A to F, ABCDEF എക്സെട്ര നമ്മൾ അങ്ങനെ കൊടുക്കും എന്നൊക്കെ പറഞ്ഞു. 10 മുതൽ 11, 12, 13, 14, 15 A to F വരെ കൊടുക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ. കുറച്ച് എക്സാമ്പിളൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് നമ്പർ കൺവേർഷനാണ്. എന്താണ് നമ്പർ കൺവേർഷൻ? നമ്പർ കൺവേർഷനാണ് അടുത്തതായിട്ട് നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്. എന്തായിരിക്കും നമ്പർ കൺവേർഷൻ? ഒന്നുമില്ല, ഒരു നമ്പർ സിസ്റ്റത്തിലുള്ള ഒരു നമ്പറിനെ മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് കൺവേർട്ട് ചെയ്യുക. സപ്പോസ് ഡെസിമൽ നമ്പറിലുള്ള ഒരു നമ്പർ സിസ്റ്റത്തിലുള്ള ഒരു നമ്പർ, ഒരു ഡിജിറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, മറ്റൊരു ഹെക്സാഡെസിമലിലേക്ക് അല്ലെങ്കിൽ ബൈനറിയിലേക്ക് അല്ലെങ്കിൽ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അല്ലെങ്കിൽ ഒക്ടലുള്ളത് ബൈനറിയിലേക്ക്, ഒക്ടലുള്ളത് ഹെക്സാഡെസിമലിലേക്ക്, ഹെക്സാഡെസിമലുള്ളത് ഡെസിമലിലേക്ക്, അങ്ങനെ അതായത് ഒരു നമ്പർ സിസ്റ്റത്തിലുള്ള നമ്പറിനെ മറ്റൊരു നമ്പർ സിസ്റ്റത്തിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യാം. അതാണ് നമ്പർ കൺവേർഷൻ എന്നതുകൊണ്ട് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ പറയുന്നത് ഡെസിമൽ ടു ബൈനറിയാണ്. ഒന്നാമതായിട്ട് അതിൽ നമ്മൾ പറയുന്നത് ഒന്ന് ഡെസിമൽ ടു ബൈനറിയാണ്. ഡെസിമൽ ടു ബൈനറി കൺവേർഷൻ, അതായത് ഒരു ഡെസിമൽ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി നമ്പർ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യും എന്നുള്ളതാണ് പറയാൻ വേണ്ടി പോകുന്നത്. ഫോർ എക്സാമ്പിൾ 25 എന്ന് പറയുന്നത് ഒരു ഡെസിമൽ നമ്പറാണ്. സപ്പോസ് ടു ദ ബേസ് 10 അല്ലേ, നമ്മൾ നമ്പർ ടു ദ ബേസിലെ ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 10 ആണെങ്കിൽ അത് ഡെസിമലാണ്, 2 ആണെങ്കിൽ അല്ലേ 1ഉം 0 വരുന്ന അല്ലേ 10101 ടു ദി ബേസ് 2, ഇറ്റ് ഈസ് എ ബൈനറി നമ്പർ അല്ലേ. 17 ടു ദി ബേസ് 8 ഈസ് എൻ ഒക്ടൽ നമ്പർ. ഓക്കെ, A2F ടു ദ ബേസ് 16 വിച്ച് ഈസ് എ ഹെക്സാഡെസിമൽ നമ്പർ. ഇതൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതായത് ഇവിടുത്തെ ബേസ് നോക്കിക്കഴിഞ്ഞാൽ ഏത് നമ്പറാണെന്ന് നമുക്ക് മനസ്സിലാവും. ഓക്കെ, ദെൻ നെക്സ്റ്റ് 25 എന്ന് പറയുന്ന ഒരു ഡെസിമൽ നമ്പറാണല്ലോ 25. ആ 25നെ എനിക്ക് കറസ്പോണ്ടിങ് ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം. ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഞാനത് ചെയ്യും എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്. ഡെസിമൽ നമ്പറിൻ്റെ ബേസ് 10 ആണ് അല്ലേ. ഡെസിമൽ നമ്പറിൻ്റെ ബേസ് 10 ആണ്. ബൈനറി നമ്പറിൻ്റെ ബേസ് 2 ആണ്. ബൈനറി നമ്പറിൻ്റെ ബേസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ ഒരു ഡെസിമൽ നമ്പറിനെ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നമ്മൾ ചെയ്യേണ്ടത് റിപ്പീറ്റഡ് ഡിവിഷൻ നടത്തുക ബൈ 2. ആ ഡെസിമൽ നമ്പറിനെ 2 കൊണ്ട് റിപ്പീറ്റഡ് ഡിവിഷൻ ഇങ്ങനെ നടത്തുക. അങ്ങനെ ഡിവിഷൻ നടത്തുമ്പോൾ വരുന്ന റിമൈൻഡേഴ്സ് പ്രത്യേകം നോട്ട് ചെയ്യാം. ഓക്കെ, ഒന്നുമില്ല, അതിൻ്റെ ബേസ് ഏതാണോ ആ ബേസ് വെച്ചിട്ട് ആ ഡെസിമൽ നമ്പറിനെ എന്ത് ചെയ്യുക, ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ഡെസിമൽ ടു ബൈനറി ആണെങ്കിൽ ഡെസിമൽ നമ്പറിനെ ബൈനറിയുടെ ബേസ് 2 ആണെങ്കിൽ ആ ഡെസിമൽ നമ്പറിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. എക്സാമ്പിൾ നമ്മൾ നോക്കൂ. സപ്പോസ് 25 അല്ലേ, 25നെ ബൈനറിയിലേക്കാണ് കൺവേർട്ട് ചെയ്യുന്നതെങ്കിൽ ബൈനറിയുടെ ബേസ് 2 ആണ്. അപ്പോൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 2. കിട്ടുന്ന റിമൈൻഡേഴ്സ് ഇവിടെ റൈറ്റ് സൈഡിൽ നോട്ട് ചെയ്യാം. ഓക്കെ, റിമൈൻഡേഴ്സ് ഇവിടെ നോട്ട് ചെയ്യാം. റിമൈൻഡർ ഇവിടെ നമുക്ക് നോട്ട് ചെയ്ത് വെക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നോക്കിയാൽ 25 ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ തിരികെ 12 അല്ലേ. 12 × 2 24 ആണ്. റിമൈൻഡർ 1 അല്ലേ. ഓക്കെ, വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യാനല്ലേ പറഞ്ഞത്. 6 അല്ലേ, റിമൈൻഡർ 0. ഓക്കെ, ദെൻ നെക്സ്റ്റ് 6നെ വീണ്ടും ഡിവൈഡ് ചെയ്തു 3, എത്രയാണ് 0 അല്ലേ. ദെൻ നെക്സ്റ്റ് വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 1. 1 × 2 2 ആണ്, 1 റിമൈൻഡർ 1 വരും. കറക്റ്റ്. Then next 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക 0, റിമൈൻഡർ 1.
ഓക്കെ, അപ്പോൾ 25നെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ ഇതിൽ വരുന്ന റിമൈൻഡേഴ്സ് ഈ റൈറ്റ് സൈഡിൽ നമ്മൾ നോട്ട് ചെയ്തു അല്ലേ. റിമൈൻഡേഴ്സ് നമ്മളിവിടെ റൈറ്റ് സൈഡിൽ നോട്ട് ചെയ്തു. ഇനി നമ്മൾ വി വിൽ ട്രീറ്റ് ദി റിമൈൻഡർ. ദി ഫസ്റ്റ് റിമൈൻഡർ വിൽ ബി ദി ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഓഫ് ദി കറസ്പോണ്ടിങ് ബൈനറി നമ്പർ. ബൈനറി നമ്പറിൻ്റെ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ഫസ്റ്റിലത്തെ റിമൈൻഡറും ലാസ്റ്റിലത്തെ റിമൈൻഡർ ഇതിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റുമായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്യും. ഓക്കെ, ലാസ്റ്റിലത്തത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് MSB. ഓക്കെ, ഇതാണെന്ത് MSB. അതായത് ഒരു ബൈനറി നമ്പർ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുമ്പോൾ അതിന് അല്ലേ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ഉണ്ടാവും, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ഉണ്ടാവും. അത് നമ്മൾ കഴിഞ്ഞ ക്ലാസ് പറഞ്ഞാണ്. അപ്പോൾ 25നെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആകെ ചെയ്ത കാര്യം അതിൻ്റെ ബേസ് കൊണ്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു, കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു. വരുന്ന റിമൈൻഡേഴ്സ് പ്രത്യേകം റൈറ്റ് സൈഡിൽ നോട്ട് ചെയ്തു. ആ റിമൈൻഡറിൽ ഒന്നാമത്തെ റിമൈൻഡർ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആയിരിക്കും, ലാസ്റ്റിലത്തെ റിമൈൻഡർ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതാ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, പിന്നെ 1, പിന്നെ 0, പിന്നെ 0, പിന്നെ 1. ഓക്കെ, എക്സെട്രാ ഞാൻ ഇവിടത്തേക്ക് മാറ്റിയതാണ് അല്ലേ. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 1 ആണ്. ഏറ്റവും ലെഫ്റ്റ് സൈഡിൽ വരുന്നത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ഏറ്റവും റൈറ്റ് സൈഡിൽ വരുന്നത് എന്തായിരിക്കും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ആയിരിക്കും. അപ്പോൾ 1, 1, 0, 0, 1 to the base 2 is the equivalent binary representation of the decimal number 25. ഈ 25 എന്ന് പറയുന്ന ഡെസിമൽ നമ്പറിൻ്റെ ഈക്വലൻ്റ് ബൈനറി റെപ്രസെൻറ്റേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അല്ലേ. ഇവിടെ നിങ്ങൾ നോക്കിയില്ലേ, ഇതേതാ പൊസിഷൻ? ഇത് നിങ്ങൾക്ക് ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇത് 1 ആണ് അല്ലേ ബൈനറി നമ്പറിൻ്റെത്. ഇത് 2 ആണ്, ഇത് 4 ആണ്, ഇത് 8 ആണ്, ഇത് 16 ആണ് അല്ലേ. ഈ രണ്ട് പൊസിഷനും 0 ആകുമ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യില്ല. ബാക്കി 1 വരുന്നത് ഇതും 16 മട്ട് 24 ഒന്നും 25. അപ്പോൾ ഇതിങ്ങനെ നമുക്ക് ലഭിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? നിങ്ങൾ കറക്റ്റ് ലഭിക്കുന്നത് ആ ഡെസിമൽ നമ്പറിനെ എന്ത് ചെയ്യുക, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന റിമൈൻഡേഴ്സ് നോട്ട് ചെയ്യുക അല്ലേ. ആ റിമൈൻഡേഴ്സ് നോട്ട് ചെയ്യുക. അതിൽ ഫസ്റ്റിലത്തത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ലാസ്റ്റിലത്തത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റുമാണ്. അതിങ്ങ് നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് റീറൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1, 1, 0, 0, 1 അല്ലേ. മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, അതിനിടയിലുള്ള ഇൻ്റർമീഡിയറ്റ് ബിറ്റ്സുകൾ എടുത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞ് ടു ദി ബേസ് 2 കൊടുത്തു. അപ്പോൾ കൃത്യമായിട്ട് നമുക്ക് എന്ത് കിട്ടി, 25ൻ്റെ കറസ്പോണ്ടിങ് എന്ത് കിട്ടി, ബൈനറി ഈക്വലൻ്റ് കിട്ടി. ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ നോക്കുകയാണ്. സപ്പോസ് വി വാണ്ട് ടു ഫൈൻഡ് ദി 18, സപ്പോസ് 80 ടു ദി ബേസ് 10. അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഈക്വലൻ്റ് ആണ് നമുക്ക് കിട്ടേണ്ടത്. എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒന്നുമില്ല, 80. അതിനെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ. 80നെ നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. 18, യെസ്, 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ് അല്ലേ. ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ബേസ് 2 ആയതുകൊണ്ട് 2 കൊണ്ടാണ് ഡിവൈഡ് ചെയ്യേണ്ടത്. റിമൈൻഡർ നോട്ട് ചെയ്യുക. റിമൈൻഡർ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന റിമൈൻഡർ ഒന്നുകിൽ 1 ആയിരിക്കും അല്ലെങ്കിൽ 0 ആയിരിക്കും. 1 അല്ലെങ്കിൽ 0, ഏതൊരു നമ്പറിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഒന്നുകിൽ 1 ആണ് കിട്ടുക റിമൈൻഡർ, അല്ലെങ്കിൽ 0 ആണ് കിട്ടുക, നമുക്കറിയാം. ദെൻ നെക്സ്റ്റ് 40 അല്ലേ, റിമൈൻഡർ 0. യെസ്. ദെൻ നെക്സ്റ്റ് 2, 20, റിമൈൻഡർ 0. 2, 10, റിമൈൻഡർ 0. 2, 5, റിമൈൻഡർ 0 അല്ലേ. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 2, ഇവിടെ റിമൈൻഡർ 1 വന്നു. ഓക്കെ, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു അല്ലേ. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ എന്താ വരിക, 1, റിമൈൻഡർ 0. 1, റിമൈൻഡർ 0. ഓക്കെ. ദെൻ നെക്സ്റ്റ് വീണ്ടും ഇതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 0, 1. ഓക്കെ, നോക്കി 80നെ അല്ലേ നമ്മൾ ഡിവൈഡ് ചെയ്തു. 14, പിന്നെ 20, പിന്നെ 10, പിന്നെ 5, എക്സെട്രാ അങ്ങനെ നമുക്ക് വന്നു അല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന റിസൾട്ട് എന്താണ്? അല്ലേ, 80നെ നമ്മൾ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 14. ഓക്കെ, 0. ദെൻ 14നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു 20 അല്ലേ. ഡിവൈഡ് ചെയ്തു നമുക്ക് 20 കിട്ടി. ഓക്കെ, ദെൻ നെക്സ്റ്റ് 10നെ ഡിവൈഡ് ചെയ്തു 5 കിട്ടി, റിമൈൻഡർ 0. പിന്നെ 2, 1, 0, 1 അല്ലേ. അപ്പോൾ ഇതായിരിക്കും എന്ത്, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ഇതായിരിക്കും എന്ത്, മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അല്ലേ. ഇതിനെ നമ്മൾ റിമൈൻഡേഴ്സ് എന്നാണ് പറയുക അല്ലേ.
റിമൈൻഡേഴ്സ് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റും എടുത്തത് 1 0 1 0 0 0 0 to the base 2 അല്ലേ. 1 0 1 1 0 1 0 0 0 0 to the base 2, which is the equivalent binary form of the decimal number 18 അല്ലേ. റെഡി അല്ലേ? കൃത്യമായിട്ട് നോക്കിയാൽ മതി. നിങ്ങളൊന്നുമില്ല, 80നെ 2 കൊണ്ട് ഇങ്ങനെ ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ ലഭിക്കുന്ന റിമൈൻഡേഴ്സിനെ റൈറ്റ് സൈഡിൽ നോട്ട് ചെയ്യുക. ഒന്നാമത്തെ റിമൈൻഡർ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിരിക്കും, ലാസ്റ്റിലത്തെ റിമൈൻഡർ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിരിക്കും. അത് നമ്മളിങ്ങ് നോട്ട് ചെയ്ത് വെക്കുക അല്ലേ. 1 0 1 0 0 0 0 അതാണ് 18 എന്നതിൻ്റെ ബൈനറി ഡിജിറ്റ് അല്ലേ. ഇത് ഇവിടെ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. നിങ്ങൾക്കത് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, ഇതേതാ പൊസിഷൻ 1 2 4 8 16 അല്ലേ. ഓക്കെ, 34 32 64 അല്ലേ. ഇതൊക്കെ ഇവിടെ 1 വരുന്ന പൊസിഷൻ ഇതാ 64ഉം പിന്നെ 16 ആണ് അല്ലേ. 64ഉം 16, ബാക്കിയെല്ലാം 0 ആണ്. അപ്പോൾ 64 + 16 എത്രയാ, 64 + 16 80. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്കത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ നമ്പർ ഇട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെയും മനസ്സിലാകും. ഏതായാലും അത് നമുക്ക് ലഭിക്കുന്നത് ഇങ്ങനെ ഒരു ബൈനർ നമ്പറിലേക്ക് നമ്മൾ ഇതിനെ കൺവേർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ബൈനർ നമ്പർ കിട്ടുന്നത് 80നെ ഇങ്ങോട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. അതായത് കണ്ടിന്യൂസ് ആയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. കിട്ടുന്ന റിമൈൻഡേഴ്സ് പ്രത്യേകം എന്ത് ചെയ്യുക, കിട്ടുന്ന റിമൈൻഡേഴ്സ് നോട്ട് ചെയ്യുക. അതിൽ ഒന്നാമത്തെ റിമൈൻഡർ ലേസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും അവസാനത്തെ റിമൈൻഡർ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ആയിരിക്കും. അപ്പോൾ ആ റിമൈൻഡേഴ്സ് പ്രത്യേകം നോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, റിമൈൻഡേഴ്സ് നമ്മൾ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലേ, ഗ്രൂപ്പ് വിത്ത് റിമൈൻഡേഴ്സ് 1 0 1 0 0 0 0 to the base 2, which is the corresponding binary number of 18. ഓക്കെ, ഇനി നമ്മൾ അടുത്തതായിട്ട് പറയാൻ വേണ്ടി പോകുന്നത്, ഇപ്പം നമ്മൾ ഫ്രാക്ഷൻ വരുന്ന കാര്യം നമ്മൾ പറഞ്ഞിട്ടില്ല. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഫ്രാക്ഷൻ വരുന്നത് കൂടി നമ്മൾ പറയാൻ വേണ്ടി പോകണം. ഡെസിമൽ ഫ്രാക്ഷൻ ഉള്ളതിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഡെസിമൽ ഫ്രാക്ഷൻ കൺവേർട്ടിങ് ദി ഡെസിമൽ ഫ്രാക്ഷൻ ടു ബൈനറി. ഡെസിമൽ ഫ്രാക്ഷൻ ടു ബൈനറി. ഓക്കെ, ഡെസിമൽ ഫ്രാക്ഷൻ. അപ്പോൾ ഡെസിമൽ ഫ്രാക്ഷൻ ടു ബൈനറി കൺവേർഷനാണ് നമ്മൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത്. ഒരു എക്സാമ്പിൾ പറയുകയാണ്. സപ്പോസ് 0.75 ടു ദ ബേസ് 10. ഇത് ഒരു ഫ്രാക്ഷണൽ പാർട്ടുള്ള ഡെസിമൽ നമ്പറാണ് അല്ലേ. ഒരു ഫ്രാക്ഷണൽ പാർട്ടുള്ള ഒരു ഡെസിമൽ നമ്പറാണ് ഇത്. ഫ്രാക്ഷണൽ പാർട്ടുണ്ട് 0.75 ആണ്. ഓക്കെ, ഇതിനെ എങ്ങനെയാണ് നമ്മൾ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, എക്സ്പാൻഡഡ് ഫോം നമ്മൾ പറഞ്ഞപ്പോൾ ഫ്രാക്ഷണൽ പാർട്ടുള്ളതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എങ്ങനെയായിരുന്നു നമ്മൾ കൊടുത്തത് അല്ലേ. അതായത് ഫ്രാക്ഷണൽ പാർട്ടിന് ശേഷം വരുന്നത് അല്ലേ. ഇപ്പോൾ സപ്പോസ് എന്താ പറയുക, ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ സപ്പോസ് ഇങ്ങനെ 1 1 0 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അല്ലേ, ഈ പാർട്ട് എങ്ങനെയാണ് 1 × 2⁻⁻1 + 1 × 2⁻2 + എക്സെട്ര അങ്ങനെ കൊടുത്തു. ഇനി 67.37 അങ്ങനെയാണെങ്കിൽ അല്ലേ, ഇതിനെ നമ്മൾ ഫ്രാക്ഷണൽ പാർട്ട് ഇത് നമ്മൾ 7 × അല്ലേ 7 × 10⁻0 + 6 × 10⁻1 അങ്ങനെയാണ് 67 കിട്ടുന്നത് നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. 7 × 10⁻0 7 പ്ലസ് 6 × 10 60 67 അങ്ങനെയാണ് കിട്ടുന്നത്. ഈ ഫ്രാക്ഷണൽ പാർട്ട് എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ പറഞ്ഞത് എങ്ങനെയായിരുന്നു, ഫ്രാക്ഷണൽ പാർട്ട് കിട്ടുന്നത് 3 × 10⁻1 അല്ലേ പ്ലസ് 7 × 10⁻2 അങ്ങനെയായിരുന്നു നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതേപോലെ നമ്മളിനി പറയാൻ വേണ്ടി പോകുന്നു ഒരു ഫ്രാക്ഷണൽ പാർട്ടുള്ള ഒരു ഡെസിമൽ നമ്പർ ആണെങ്കിൽ അതിനെ നമ്മൾ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് നോർമൽ ഡെസിമൽ നമ്പറിനെ നമ്മൾ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തത് എന്തായിരുന്നു, ഡിവൈഡ് ചെയ്യല്ലേ. എന്തായിരുന്നു, നമ്മൾ ഡിവൈഡ് ചെയ്യുകയാണ് ചെയ്തത്. ഡെസിമൽ നമ്പറിനെ കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്തു, കിട്ടുന്ന റിമൈൻഡേഴ്സ് നോട്ട് ചെയ്തു. ഒന്നാമത്തത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും അവസാനത്തത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റുമായിട്ട് സെറ്റ് ചെയ്തു. നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഡെസിമൽ ഫ്രാക്ഷനാണ്. അങ്ങനെ ഡെസിമൽ ഫ്രാക്ഷനെ നമ്മൾ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് ഡിവിഷൻ അല്ല ചെയ്യുന്നത്, എന്താണ്,
മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. എന്താണ് ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷനാണ് ചെയ്യുന്നത്. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? സപ്പോസ് 0.75 അല്ലേ, 0.75 അതിനെ നമ്മൾ എന്താ ചെയ്യുന്നത്? നിങ്ങൾ അതിനെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. എങ്ങനെ? ഇൻറ്റു 2 അല്ലേ, നമ്മളെന്ത് ചെയ്യും? അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 0.75 ആണെങ്കിൽ അതിനെ നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് അതിനെ വി മൾട്ടിപ്ലൈ ചെയ്യും ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു 1.50. ശ്രദ്ധിക്കണേ അല്ലേ, 0.57 ആണ്. അതിനെന്താ ചെയ്യുക? ഓരോന്നിനെയും നമ്മൾ എന്ത് ചെയ്യുക? 2 കൊണ്ട് കണ്ടിന്യൂസ് ആയിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. എന്നിട്ട് ഇതിൽ വരുന്ന ഇൻറ്റിജർ പാർട്ട് ഉണ്ടല്ലോ, ഫ്രാക്ഷണൽ പാർട്ടുണ്ട് അല്ല, ഡെസിമൽ പോയിൻറ്റിന് ശേഷം വരുന്ന പാർട്ടുണ്ട്, ഡെസിമൽ പോയിൻറ്റിന് ശേഷം വരുന്ന ഇൻറ്റിജർ പാർട്ടുണ്ട്, ഫ്രാക്ഷണൽ പാർട്ടുണ്ട്. ഇവിടെയുള്ള ഇൻറ്റിജർ പാർട്ടിനെ ഇവിടത്തേക്ക് നമ്മൾ എടുത്ത് തരിക. ഇൻറ്റിജർ പാർട്ടിനെ നമ്മൾ ഇവിടത്തേക്ക് മാറ്റി തരിക. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്നിട്ട് ഫ്രാക്ഷണൽ പാർട്ടിനെ ഇവിടെ നമ്മൾ കൊടുക്കുക 0.50. ഫ്രാക്ഷണൽ പാർട്ടിനെ അവിടെ കൊടുക്കുക. എന്നിട്ട് അതിനെ വീണ്ടും മൾട്ടിപ്ലൈ ചെയ്യുക, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഇൻറ്റു 2 ഈസ് ഈക്വൽ ടു എത്രയാണ്? 1.00. വരുന്ന ഇൻറ്റിജർ പാർട്ടിനെ നെക്സ്റ്റ് ഇവിടത്തേക്ക് കൊടുക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് അല്ലേ, ഫ്രാക്ഷണൽ പാർട്ട് എന്നാൽ 0.0. ഇത് നമ്മൾ കണ്ടിന്യൂ ചെയ്യേണ്ടത്. നമ്മൾ ഇതിലുള്ള മൾട്ടിപ്ലൈ ചെയ്ത് മറ്റേ ലാസ്റ്റ് ഇവിടെയുള്ള ഫ്രാക്ഷണൽ പാർട്ട് 0.0 വരുന്നത് വരെ നമ്മളിവിടെ കണ്ടിന്യൂ ചെയ്യാം. 0.0 വരുന്നത് വരെ നമ്മൾ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടി ദിസ് വിൽ ബി ദി അല്ലേ. അപ്പോൾ ഫ്രാക്ഷണൽ പാർട്ടിന് ശേഷം വരുന്ന അല്ലേ ഫ്രാക്ഷണൽ പാർട്ട്, അതായത് 0.75 ടു ദി ബേസ് 10. 0.75നെ നമ്മൾ 0.75നെ നമ്മൾ ഡെസിമൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ വരിക എങ്ങനെയാണ്? 0. അല്ലേ, ഇത്രയാണ് 11. 0.11 ടു ദി ബേസ് 2. 0.11 ടു ദി ബേസ് 2. അപ്പോൾ ചെയ്ത കാര്യം എന്നാ? ചെയ്ത കാര്യം ഒന്നുമില്ല. ഡെസിമൽ പോയിൻറ്റിന് ശേഷം ഫ്രാക്ഷണൽ പാർട്ടാണെങ്കിൽ അതിനെ മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. ഇൻറ്റു 2 വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാണ് ചെയ്യുക. മൾട്ടിപ്ലൈ ചെയ്തിട്ട് കിട്ടുന്നതിൻ്റെ ഇൻറ്റിജർ പാർട്ട് ഇവിടത്തേക്ക് മാറ്റിയതും ഫ്രാക്ഷണൽ പാർട്ട് ഇവിടത്തേക്ക് കൊടുക്കും. അതിനെ വീണ്ടും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യും, നോട്ട് ചെയ്യും. ഇൻറ്റിജർ പാർട്ട് ഫ്രാക്ഷണൽ പാർട്ട് 0.0 വരുന്നത് വരെ ഇത് കണ്ടിന്യൂ ചെയ്യും. ദെൻ നെക്സ്റ്റ് അതിൻ്റെ നമ്മൾ കിട്ടിയിരിക്കുന്ന ആ ഒരു ഇൻറ്റിജർ പാർട്ടിനെ ഗ്രൂപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു കറസ്പോണ്ടിങ് ബൈനറി നമ്പർ കിട്ടും. ഒരു എക്സാമ്പിൾ 0.625. ഓക്കെ, 0.625 ചെയ്യാണ്. 0.625 to the base 10. 0.625 to the base 10. എങ്ങനെയാണ് നമ്മൾ ഇതിന് ചെയ്യുക? 0.625 to the base 10നെ നമ്മൾ എവിടത്തേക്ക് കൺവേർട്ട് ചെയ്യാണ്? ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്നാൽ ഒന്നുമില്ല, നേരത്തെ ചെയ്ത പോലെ തന്നെ 0.625 അല്ലേ, 0.625 ആകുമ്പോൾ അത് ഇൻറ്റു 2 കാണുമോ? ഇൻറ്റു 2 കാണും. ഇൻറ്റു 2 ആകുമ്പോൾ നമുക്ക് കിട്ടും 1.25 കിട്ടും അല്ലേ. 0.625 ഇൻറ്റു 2 നമുക്കത് കിട്ടും 1.25 കിട്ടും അല്ലേ. അങ്ങനെ 1.25 കിട്ടിയാൽ അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് ഇവിടത്തേക്ക് നോട്ട് ചെയ്യുക, ഫ്രാക്ഷണൽ പാർട്ട് കൊടുക്കുക അല്ലേ. അപ്പോൾ ഫ്രാക്ഷണൽ പാർട്ട് നോട്ട് ചെയ്തു, ഇൻറ്റു 2 വീണ്ടും കാണും. ഇൻറ്റു 2 കണ്ടു കഴിഞ്ഞാൽ നമുക്ക് 0.50 കിട്ടും. 0.50 കിട്ടും. അപ്പോൾ അതിൻ്റെ ഇൻറ്റിജർ പാർട്ട് 0 ആണ്, ഫ്രാക്ഷണൽ പാർട്ട് 0.50 ആണ്. ഇൻറ്റു 2 വീണ്ടും കാണും 1.00 അല്ലേ. ഓക്കെ, ദെൻ ഇതിൻ്റെ ഇൻറ്റിജർ പാർട്ട് ഇവിടത്തേക്ക് കൊടുക്കും, ഫ്രാക്ഷണൽ പാർട്ട് ഇവിടത്തേക്ക് കൊടുക്കും. ഫ്രാക്ഷണൽ പാർട്ട് 0.0 കിട്ടിക്കഴിഞ്ഞാൽ അവിടെ സ്റ്റോപ്പ് ആവും. ഓക്കെ, ദെൻ 0.625നെ നമ്മൾ ബൈനർ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ 0.1 അല്ലേ, 101 ടു ദി ബേസ് 2. 101 ടു ദി ബേസ് 2. അപ്പോൾ ഇങ്ങനെയാണ് എന്ത് ചെയ്യുക? നമ്മൾ ഒരു ഡെസിമൽ ഫ്രാക്ഷനെ, നോട്ട് ദി പോയിൻറ്റ്, ഒരു ഡെസിമൽ ഫ്രാക്ഷനെ ബൈനറി നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുക. കൺവേർട്ട് ചെയ്യുമ്പോൾ ചെയ്യുന്ന കാര്യം എന്നാൽ, കൺവേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്തത് ഒന്നുമില്ല, ഡെസിമലിനെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവൈഡർ ബൈ 2 ആണ് ചെയ്തതെങ്കിൽ ഡെസിമൽ ഫ്രാക്ഷനെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ബൈ 2. അതിൻ്റെ കൃത്യമായിട്ട് നിങ്ങൾ കണ്ടല്ലോ. ഇൻറ്റിജർ പാർട്ട് നോട്ട് ചെയ്യുക, ഫ്രാക്ഷണൽ പാർട്ട് നോട്ട് ചെയ്യുക, വീണ്ടും കണ്ടിന്യൂസ് ആയിട്ട് ഫ്രാക്ഷണൽ പാർട്ടിന് ഇങ്ങനെ മൾട്ടിപ്ലൈ ചെയ്യുക ബൈ 2 ടിൽ എപ്പം വരെ അതിൻ്റെ റിമൈൻഡർ അല്ല അതിൻ്റെ ഫ്രാക്ഷണൽ പാർട്ട് 0.0 ആകും വരെ കണ്ടിന്യൂസ് ചെയ്യാം. ദെൻ ഇതിനെയും ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് ലഭിക്കുന്നതാണെന്ത്? അതിൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഇക്വലൻറ്റ് വാല്യൂ. അപ്പോൾ ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് എന്താ പറയുക, ഡെസിമൽ പാർട്ടും അതുപോലെ തന്നെ ഫ്രാക്ഷണൽ പാർട്ടും രണ്ടും ഉള്ളത്. ഓക്കെ, നമ്മളൊന്ന് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പോകണം. ഈ ഒരു കേസ് നിങ്ങൾ കണ്ടതാണ്. ഡെസിമൽ ടു ബൈനറി നമ്മൾ പറഞ്ഞു,
അതുപോലെ തന്നെ ഡെസിമൽ ഫ്രാക്ഷൻ ടു ബൈനറി നമ്മൾ പറഞ്ഞു. ഡെസിമൽ ഫ്രാക്ഷൻ ആകുമ്പോൾ മൾട്ടിപ്ലൈ ബൈ 2 ആണ് അല്ലേ, മൾട്ടിപ്ലൈ ബൈ 2 ആണ്. എന്നിട്ട് ഈ ഓർഡറിലാണ് നമ്മൾ ഇതിലുള്ള ഗ്രൂപ്പ് ചെയ്യുക 1 0 1 അല്ലേ, അങ്ങനെയാണ് നമ്മൾ ഗ്രൂപ്പ് ചെയ്യുക 1 0 1. നേരത്തേത് 1 1 അങ്ങനെയാണ് ഗ്രൂപ്പ് ചെയ്യുക. നമ്മൾ ഇതിൽ കൊടുത്തിരുന്നത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ, നിങ്ങൾ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡെസിമലിനെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് താഴെയായിരുന്നു, ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് അല്ലേ മുകളിലായിരുന്നു, ഇവിടുന്ന് മേലോട്ടേക്കായിരുന്നു കൺവേർട്ട് ചെയ്യുമ്പോൾ. ഈ ഒരു കേസ് ഇതാകുമ്പോൾ ഡെസിമൽ ഫ്രാക്ഷൻ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെയാണ് അതിൻ്റെ ഡിജിറ്റുകൾ എടുക്കുക. ഓക്കെ, ഇനി ഒരു എക്സാമ്പിൾ കൂടി നമ്മൾ പറയുകയാണ്. ഇതിൽ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണ്. ഒരു എക്സാമ്പിൾ ഒരു എന്താ പറയുക ഫ്രാക്ഷണൽ പാർട്ട് കൂടിയുള്ള ഒരു എക്സാമ്പിൾ 15.25 അല്ലേ, 15.25 ടു ദി ബേസ് 10 അതിനെ നമ്മൾ എന്ത് ചെയ്യണം, നമുക്ക് ഇതിനെ ബൈനറിയിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ എന്തെല്ലാം ചെയ്യേണ്ടത്, അതിലൊരു ഡെസിമൽ പാർട്ടും ഉണ്ട് ഫ്രാക്ഷണൽ പാർട്ടും ഉണ്ട് അല്ലേ. ഡെസിമൽ പാർട്ട് 15 ആണ്, ഫ്രാക്ഷണൽ പാർട്ട് 25 ആണ്. അപ്പോൾ അതിന് രണ്ടും പ്രത്യേകമായിട്ട് കൺവേർട്ട് ചെയ്യുക. 15 നമ്മൾ എങ്ങനെയാണ് കൺവേർട്ട് ചെയ്യുക, നമ്മൾ പഠിച്ചതാണ് ഡിവൈഡർ ബൈ 2 അല്ലേ. ഓക്കെ, 15 ആകുമ്പോൾ 7, ഫ്രാക്ഷണൽ പാർട്ട് റിമൈൻഡർ 1 വരും അല്ലേ, ഇത് റിമൈൻഡറാണ്, റിമൈൻഡർ 1 വന്നു. ഓക്കെ, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുക അല്ലേ. ഡെസിമലിനെ ബൈനറിലെ കൺവേർട്ടിങ് ഡിവൈഡർ ബൈ 2 ആണ്. 2 കൊണ്ട് ഡിവൈഡ് ചെയ്തു അപ്പോൾ 3 കിട്ടും, ഫ്രാക്ഷണൽ പാർട്ട് 1 കിട്ടി. ഓക്കെ, വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്, 1 ഫ്രാക്ഷണൽ പാർട്ട് 1 കിട്ടി. വീണ്ടും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്, 0 1 അല്ലേ. 0 വരുമ്പോഴാണ് റിമൈൻഡർ അല്ലേ, ഇവിടെ നമുക്ക് 0 വരുമ്പോഴാണ് നമ്മളിത് കണ്ടിന്യൂ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിനെങ്ങനെയാണ് നമ്മൾ എടുക്കുക, ഇത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിരുന്നു, ഇത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റായിരുന്നു അല്ലേ. ഇങ്ങനെയാണ് നമ്മൾ എടുക്കുക, ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 15നെ നമ്മൾ അതിനെ ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്ത് എത്തിയ 1 1 1 1 ഇതാണ് 15. 15നെ നമ്മൾ കൺവേർട്ട് ചെയ്യും. ദെൻ നെക്സ്റ്റ് പോയിൻറ്റ്, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ 0.25നെ നമുക്ക് എന്ത് ചെയ്യണം, ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യണം. എങ്ങനെയാണ് ചെയ്യുക, 0.25നെ എങ്ങനെയാണ് ബൈനറിലേക്ക് കൺവേർട്ട് ചെയ്യുക, 0.25 അല്ലേ, നമ്മളിപ്പം കണ്ടതാണ്. എങ്ങനെയാണ് ചെയ്യുക, ഇൻറ്റു 2 ചെയ്യുക അല്ലേ, ഇൻറ്റു 2 ചെയ്യുക ഈസ് ഈക്വൽ ടു 0.50 കിട്ടും. ഇതിൽ ഇൻറ്റിജർ പാർട്ട് 0 ആണ്, ഫ്രാക്ഷണൽ പാർട്ട് 0.50 ആണ് അല്ലേ, 0.50 അല്ലേ. അതിനെ വീണ്ടും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ എന്ത് കിട്ടും, 1.00 കിട്ടും. ശരിയല്ലേ. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റിജർ പാർട്ട് എന്താണ്, 1 ആണ്, ഫ്രാക്ഷണൽ പാർട്ട് 0 ആണ്. ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം അല്ലേ. ഇത് ഏത് ഓർഡറിലാണ് എടുക്കുക, ഇതിനെ മുകളിൽ ഏറോ മാർക്ക് ഇങ്ങനെയാണെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുമ്പോൾ ഈ ഒരു ഓർഡറിലാണ് എടുക്കുക അല്ലേ. അപ്പോൾ ഈ 0.25ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി വാല്യൂ 0 1 ആണ് അല്ലേ, 0 1 ആണ്. അപ്പോൾ 15ൻ്റെത് 1 1 1 1, അതുപോലെ തന്നെ 0.25ൻ്റെത് 0 1. അപ്പോൾ ടു ദി ബേസ് 2 which is the corresponding binary equivalent of the decimal number 15.25. 15.25ൻ്റെ കറസ്പോണ്ടിങ് ബൈനറി ഇക്വലൻ്റ് വാല്യൂ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിൽ രണ്ടും വന്നിട്ടുണ്ട്, ഡെസിമലിലേക്കുള്ള കൺവേർഷനും അതുപോലെ തന്നെ ഫ്രാക്ഷണൽ പാർട്ടിൻ്റെ കൺവേർഷനും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത്രയാണ് ഡെസിമൽ ടു ബൈനറി കൺവേർഷനിൽ പറയാനുള്ളത്. ഇനി നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത് ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷനാണ്. എന്താണ്, ഡെസിമൽ ടു ഒക്ടലാണ്. ഡെസിമൽ ടു ഒക്ടൽ കൺവേർഷനാണ്. അപ്പോൾ നമ്മൾ ഡെസിമൽ ടു ബൈനറി ആകുമ്പോൾ ബൈനറിയുടെ ബേസ് 2 ആയതുകൊണ്ട് ഡിവൈഡർ ബൈ 2 ആണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഡെസിമൽ ടു ഒക്ടൽ എന്തായിരിക്കും, ഒക്ടലിൻ്റെ ബേസ് എത്രയാണ്, ഒക്ടലിൻ്റെ ബേസ് 8 ആണല്ലേ, ഒക്ടലിൻ്റെ ബേസ് 8 ആണല്ലോ ബേസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഡിവൈഡർ ബൈ 8 ഒരു നമ്പറിനെ എന്ത് ചെയ്യുക, ഒരു ഡെസിമൽ നമ്പറിനെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ആ ഡെസിമൽ നമ്പറിനെ ഡിവൈഡർ ബൈ 8 ചെയ്യുക. എന്നിട്ട് വരുന്ന റിമൈൻഡേഴ്സ് നോട്ട് ചെയ്യുക. റിമൈൻഡേഴ്സ് ബൈനറി നമ്പർ ആകുമ്പോൾ അതിൻ്റെ റിമൈൻഡേഴ്സ് 0 1 ആണെങ്കിൽ ഒക്ടൽ ആകുമ്പോൾ അതിൻ്റെ റിമൈൻഡേഴ്സ് 0 മുതൽ 7 വരെയുള്ള റിമൈൻഡേഴ്സ് വരാം. 0 മുതൽ 7 വരെയുള്ള റിമൈൻഡേഴ്സ് വരാം. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ വെച്ചിട്ട് പറയുകയാണ്. സപ്പോസ് ഐ വാണ്ട് ടു കൺവേർട്ട് 1 to 5 125 ടു ദി ബേസ് 10നെ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഒക്ടലിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഒന്നുമില്ല, ഒരു പണിയുമില്ല. 125നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഏതിലേക്കാണോ കൺവേർട്ട് ചെയ്യേണ്ടത് അതിൻ്റെ ബേസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യാം. ബൈനറി ആണെങ്കിൽ 2, ഒക്ടലാണെങ്കിൽ 8, അപ്പോൾ ഹെക്സാഡെസിമൽ ആണെങ്കിൽ 16 ആയിരിക്കും. ഓക്കെ, നമ്മൾ ഒക്ടലിൻ്റെ കാര്യമാണ് പറയുന്നത്, 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാം അല്ലേ. അങ്ങനെ 1 to 125നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക, നമുക്ക് കിട്ടുന്ന വാല്യൂ അല്ലേ, 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ
8ഉം 4ഉം അല്ലേ 10ഉം അല്ലേ 15 കിട്ടും അല്ലേ 15 കിട്ടും അല്ലേ. അപ്പോൾ ഡിവൈഡ് ചെയ്ത് 15 കിട്ടും. വീണ്ടും ഇതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 15 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 8 × 15 എത്രയാണ്? 8 × 15 80 × 8 40 120 5 അവിടെ റിമൈൻഡർ ഉണ്ടാവും. ഓക്കെ. ദെൻ നെക്സ്റ്റ് 15നെ നമ്മൾ എന്ത് ചെയ്യാണ്? 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 8 കൊണ്ട് ഡിവൈഡ് ചെയ്തു. അപ്പോൾ 1 ആണ് വരിക അല്ലേ. 1 8 8 ആണ് അല്ലേ. ബാക്കി എത്രയാ? 7. 15 എത്തണമെങ്കിൽ 7 വരും അല്ലേ. എത്ര വരും? 7 വരും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ ഇവിടെ 0 വരും, റിമൈൻഡർ 1 വരും അല്ലേ. ഇവിടെ റിമൈൻഡർ നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതെന്തായിരിക്കും? മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആയിരിക്കും. ഇത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് ആയിരിക്കും. അപ്പോൾ 125നെ നമ്മൾ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ 15 ആണ്. 15 × 8 120 ആണ്. റിമൈൻഡറായിട്ട് 5 ബാക്കി ഉണ്ടാവും അല്ലേ. 5 ഇവിടെ കൊടുത്തു. പിന്നെ 15നെ വീണ്ടും 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 1 8 7 ബാക്കിയുണ്ട്, അത് റിമൈൻഡറായിട്ട് കൊടുത്തു. പിന്നെ 1 ആണ്, അപ്പോൾ 0 ആണ് വരിക, റിമൈൻഡർ 1 വരും. ഇത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ്, ഇത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റാണ് അല്ലേ. നേരത്തെ പോലെ തന്നെ ബൈനറി ചെയ്ത പോലെ തന്നെ ഏറ്റവും ഫസ്റ്റ് വരുന്ന റിമൈൻഡർ ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ഏറ്റവും ലാസ്റ്റ് വരുന്ന റിമൈൻഡർ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ആയിരിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ ജസ്റ്റ് അതിനെ ഗ്രൂപ്പ് ചെയ്യുക അല്ലേ. 125 175 to the base 8 which is the octal equivalent of the decimal number 1 to 5. 125ൻ്റെ octal equivalent ആണ് 175 to the base 8. ഇനി വേറൊരു എക്സാമ്പിൾ നമ്മൾ നോക്കുക. സപ്പോസ് ഐ വാണ്ട് ടു convert the decimal number 400 to the base 10 to its equivalent octal number. അപ്പോൾ നമ്മൾ ഒക്ടലിലേക്കാണ് മാറ്റേണ്ടതെങ്കിൽ ഡെസിമൽ നമ്പറിനെ 8 കൊണ്ട് എന്ത് ചെയ്യുക? കണ്ടിന്യൂസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുക, റിമൈൻഡറിൽ നോട്ട് ചെയ്യുക അല്ലേ. ഓക്കെ. അപ്പോൾ 400 അല്ലേ, 400. ഓക്കെ. അത് നമ്മൾ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ വേണ്ടി പോവാണ് അല്ലേ. ഓക്കെ. അപ്പോൾ എത്ര വരിക? 15 അല്ലേ. 15 വരും, റിമൈൻഡർ 0 വരും. ഓക്കെ അല്ലേ. 58 എത്ര? 400. യെസ്. ദെൻ നെക്സ്റ്റ് വീണ്ടും അതിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാണ്. 6 8 48 2 ബാക്കി, റിമൈൻഡർ 2 അല്ലേ. 8 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 6 8 48 6 പോവുക, 2 അവിടെ റിമൈൻഡർ ഉണ്ടാകും. 48 + 2 അല്ലേ 15. അപ്പോൾ 2 അവിടെ റിമൈൻഡർ ആയിട്ട് വന്നു. ദെൻ നെക്സ്റ്റ് 6നെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല, 0 ആണ്. അപ്പോൾ റിമൈൻഡർ ആയിട്ട് 6. ഓക്കെ അല്ലേ. ഇതായിരിക്കും അത് ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, ഇതായിരിക്കും അത് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. ഓക്കെ. ഇതാണ് റിമൈൻഡർ. ഈ ഒരു ഓർഡറിലാണ് നമ്മൾ എടുക്കുക അല്ലേ. ഫ്രാക്ഷണൽ പാർട്ട് ഉള്ളതാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും എങ്ങനെയായിരുന്നു എടുക്കൽ. പക്ഷേ ഇവിടെ ഡെസിമൽ അത് ചെയ്യുന്നത് കൊണ്ട് അല്ലേ, ഡെസിമൽ പാർട്ട് ആയതുകൊണ്ട് നമ്മൾ ഈ ഒരു ഓർഡറിൽ മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റും വെച്ച് നമ്മൾ ഗ്രൂപ്പ് ചെയ്യണം അല്ലേ. അപ്പോൾ നമ്മൾ എന്താ കിട്ടുക? വിച്ച് ഈസ് ഈക്വൽ ടു മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ് 2, പിന്നെ 6 to 0 to the base 8 which is the octal equivalent of the decimal number 400. 400ൻ്റെ octal equivalent ആണ് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഒരു എക്സാമ്പിൾ കൂടി പറയാണ്. സപ്പോസ് ഐ വാണ്ട് ടു കൺവേർട്ട് the 65 to the base 10 to its equivalent octal number. 65നെ ഇങ്ങനെ നമ്മൾ കൺവേർട്ട് ചെയ്യുക, octal നമ്പറിലേക്ക് മാറ്റുക. ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. 65നെ 8 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുക അല്ലേ. അപ്പോൾ 8 കിട്ടും അല്ലേ. 8 8 64 1 ബാക്കി അല്ലേ. 8നെ നമ്മൾ വീണ്ടും ചെയ്യാണ് 0 അല്ലേ, 1 കിട്ടും, റിമൈൻഡർ 0 അല്ലേ. ഓക്കെ. 8നെ വീണ്ടും ചെയ്യാണ്, ഇവിടെ 0 കിട്ടും, 1. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇതായിരിക്കും ലീസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്, ഇതാണ് മോസ്റ്റ് സിഗ്നിഫിക്കൻറ്റ് ബിറ്റ്. റിമൈൻഡർ ആണല്ലേ, റിമൈൻഡർ. ഈ ഓർഡറിൽ നമ്മൾ അതിനെ ഗ്രൂപ്പ് ചെയ്യുക. അപ്പോൾ കറസ്പോണ്ടിങ് 1 0 1
to the base 8, which is the octal equivalent of the decimal number 65. അപ്പോൾ ഇത് കറക്റ്റ് ആണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യണം. എന്താ ചെയ്യേണ്ടത്? ഇതെന്താണ്? 8 ആണ് ഈ പൊസിഷൻ. ഇത് 8 ആണ് ഈ പൊസിഷൻ. ഇത് 8 സ്ക്വയർ ആണ്. 8 സ്ക്വയർ ആണ് അല്ലേ? ഓക്കെ. ദെൻ നിങ്ങൾ നോക്കിയാൽ മതി. ഇവിടെ നമ്മൾ കറസ്പോണ്ടിങ് 8 സ്ക്വയർ എത്രയാണ്? 64 8 8 ആണ്. പക്ഷേ ഇവിടെ 0 ആയത് അല്ലേ? 8 ആണ് ശരി. ഇത് 1 ആണ് അല്ലേ? അപ്പോൾ ഇവിടെ 0 വരുന്ന കേസ്, ഇത് 0 വരുന്ന കേസ് ആയതുകൊണ്ട് ഇത് നമ്മൾ എന്ത് ചെയ്യേണ്ട? കൺസിഡർ ചെയ്യേണ്ട. 0 ഇൻറ്റു മൾട്ടിപ്ലൈ അല്ലേ? ഇങ്ങനെയല്ലേ നമ്മൾ കൊടുക്കുക? 1 ഇൻറ്റു 8 സ്ക്വയർ പ്ലസ് 0 ഇൻറ്റു 8 പ്ലസ് 1 ഇൻറ്റു 8 ഇങ്ങനെയാണ് നമ്മളിതിനെ അല്ലേ അതിൻ്റെ എക്സ്പാൻഡഡ് ഫോം എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 1 ഇൻറ്റു 8 സ്ക്വയർ എന്ന് വെച്ചാൽ 1 ഇൻറ്റു 64 64 പ്ലസ് 0 ഇൻറ്റു 8 0 കൊണ്ട് മൾട്ടിപ്ലൈ 0 ആണ് പ്ലസ് 1 ഇൻറ്റു 8 എന്ന് വെച്ചാൽ 1 ആണ് 1 65. അപ്പോൾ നിങ്ങൾക്ക് ഇതിങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ ഒരു പക്ഷേ ഈ ഒരു മാർഗ്ഗം കൂടി നിങ്ങൾക്ക് നേരത്തെ നമ്മൾ ബൈനറി ചെയ്തതുപോലെ ഇതേപോലെ നിങ്ങൾക്ക് ഒരു മാർഗ്ഗം കൂടി സ്വീകരിക്കാവുന്നതാണ് അല്ലേ? ഇത് ഇങ്ങനെയാണ് വരിക 8 അല്ലേ? ഇവിടെ 8 8 8 എക്സെട്ര ഇങ്ങനെയാണ്. അതിൻ്റെ കറസ്പോണ്ടിങ് ഡിജിറ്റ് ഇൻറ്റു 8 0 ഇൻറ്റു 8 1 ഇൻറ്റു 8 ഇനി വേറൊരു നമ്പറും കൂടി ഉണ്ട്. സപ്പോസ് 2 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. 2 ഇൻറ്റു 8 എക്സെട്ര അങ്ങനെ പോകും. അപ്പോൾ അത് ശരിയാണോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് ഈ ഒരു മാർഗ്ഗം കൂടി സ്വീകരിക്കാം. ഇത് നമുക്ക് കിട്ടുന്നത് ഈ ഒരു രൂപത്തിൽ നമുക്ക് കിട്ടുന്നത് എങ്ങനെയാണ്? ഈ ഒരു രൂപത്തിലാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൽ നമുക്ക് റിമൈൻഡറായിട്ട് വരിക അല്ലേ? റിമൈൻഡറായിട്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾ റിമൈൻഡറായിട്ട് വരിക 0 മുതൽ 7 വരെയുള്ള ഡിജിറ്റുകൾ ഇവിടെ നമുക്ക് റിമൈൻഡേഴ്സായിട്ട് കിട്ടുന്നതാണ് ഒക്ടൽ നമ്പർ ആകുമ്പോൾ. അപ്പോൾ ഒക്ടൽ നമ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഡിവൈഡർ ബൈ 8 ആണ്. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ പറയാനുള്ളത്. അപ്പോൾ നമ്മൾ നമ്പർ കൺവേർഷനിൽ ഡെസിമൽ ടു ബൈനറി നമ്പർ നമ്മൾ പറഞ്ഞു, ഡെസിമൽ ഫ്രാക്ഷൻ ടു ബൈനറി നമ്മൾ പറഞ്ഞു, ഡെസിമൽ ടു ഒക്ടൽ നമ്പർ പറഞ്ഞു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡെസിമൽ ടു ഹെക്സാ ഡെസിമൽ പറയാം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. താങ്ക് യു.